ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ഒരു ലൈക്കും ഷെയറും കമൻറ്റും അതിനോടൊപ്പം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും വേണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ബിഗ് ബോസ് ഹൗസിലെ കണ്ണഞ്ചിപ്പിക്കുന്ന ഭാഗങ്ങളാണ് കാണാൻ പോകുന്നത്. എല്ലാവരെയും അതിശയിപ്പിച്ച നല്ലൊരു സീനുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല, പക്ഷേ അതിഷ്ടപ്പെടുന്നവരുമുണ്ട്. അതാരാണോ ചെയ്തത് അവരാണ് അത് ഇഷ്ടപ്പെടുന്നത്. തിരിഞ്ഞു നിന്ന് മീശമാധവനിൽ കണി കാണിച്ചതുപോലെ കിച്ചണിൽ കണി കാണിക്കുകയാണ് ജിസേൽ. നേരിട്ട് കണി കണ്ടത് അനീഷും നെവിനും ഷാനവാസുമാണ്. ഷാനവാസ്, അനീഷ്, നെവിൻ ഇവര് 3 പേരെയും നല്ല രീതിയിൽ കണി കാണിച്ചിട്ടുണ്ട്. കിച്ചണിൽ തിരിഞ്ഞു നിന്നിട്ട് മീശമാധവനിലെ കണി കണ്ടതിന് ശേഷം, ആ സിനിമയിലെ കണി കണ്ടതിന് ശേഷം ഞാൻ പിന്നീട് കാണുന്ന കണി ഇതാണ്. ഈ കണി കാണാൻ ആരും ഇഷ്ടപ്പെടില്ല, പക്ഷേ കണി കാണിക്കുന്നവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. മോഹൻലാൽ പറഞ്ഞാൽ മോഹൻലാൽ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഏഷ്യാനെറ്റിലേക്ക് തന്നെ അയക്കും. നിങ്ങൾ കണ്ടിരുന്നോ ചോദിച്ചിട്ട് കേട്ടോ. അപ്പൊ എല്ലാരും കാണി. വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ടൊരു സ്വാതന്ത്ര്യമുണ്ടോ? ഓഗസ്റ്റ് 14 തീയതി അർദ്ധരാത്രി 1947 എല്ലാവർക്കും സ്വാതന്ത്ര്യം കിട്ടി. ഇന്ത്യയിലുള്ള എല്ലാവർക്കും സ്വാതന്ത്ര്യം കിട്ടി. പക്ഷേ ഈ വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞത് ഇതുപോലൊരു സ്വാതന്ത്ര്യമാണെന്നാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ ചേർക്കാൻ പറ്റുന്ന അല്ല. ജിസേലിൻ്റെ വസ്ത്ര സ്വാതന്ത്ര്യം, ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കാം എന്ന് പറയുമ്പോഴും എങ്ങനെയൊക്കെ ഇഷ്ടമുള്ള ഡ്രസ്സുകൾ ധരിക്കാം. എനിക്ക് ഇഷ്ടമുള്ളതും എനിക്ക് കംഫർട്ടായതും അത് പുറമെ നിന്നൊരാൾ കാണുമ്പോൾ അവർക്ക് അയ്യേ എന്ന് പറയാത്ത രീതിയിലുള്ള വസ്ത്ര സ്വാതന്ത്ര്യം, ഞാൻ അതാണ് ധരിക്കാറുള്ളത്. പിന്നെ മോഡലായിട്ടും അഭിനയിക്കുന്നതിലും ഒക്കെ വസ്ത്ര സ്വാതന്ത്ര്യം കാണിക്കുന്നവരുണ്ട്. അത് അവരുടെ പണത്തിന് വേണ്ടിയിട്ട്, അവരുടെ ജോലിയുടെ ഭാഗമായി അവർ കാണിക്കുന്നുണ്ടാകും. എല്ലാവരും അങ്ങനെ കാണിക്കുന്നില്ല, കുറേ പേരൊക്കെ കാണിക്കുന്നുണ്ടാവും. ഒരിക്കൽ പോലും ആരും കാണിക്കാത്ത ഒരു വസ്ത്ര സ്വാതന്ത്ര്യമാണ് ബിഗ് ബോസ് ഹൗസിലെ കിച്ചണിൽ ജിസേൽ കാണിച്ചിരിക്കുന്നത്. ലാലേട്ടൻ കാണില്ല, 300 ജോലിക്കാര് കാണില്ല, ബിഗ് ബോസ് മുതലാളിയും കാണില്ല. ഇതെല്ലാം പ്രക്ഷേപണം ചെയ്ത് കഴിയുമ്പോൾ പ്രേക്ഷകരായ നമ്മൾ എല്ലാവരും കാണും. എല്ലാവരും വീഡിയോ ചെയ്തും കഴിഞ്ഞു. ഞാൻ അവസാനമാണ് വീഡിയോ ചെയ്യുന്നത്. ഇത് ചെയ്യണോ, വീഡിയോയിൽ ചേർക്കണോ എന്നൊക്കെ ഞാനും ആശങ്കയുണ്ടായിരുന്നു. ഇത് വീഡിയോയിൽ ചേർത്തത് കൊണ്ട് ഒരുപാട് പേര് കാണാനൊന്നും പോകുന്നില്ലെങ്കിൽ പോലും നമ്മൾ കണ്ടു എന്ന് മോഹൻലാൽ അറിയണം. അതിനു വേണ്ടിയിട്ടാണ്. നാളെ മോഹൻലാൽ വന്നിട്ട് പറയുകയാണ്, അനുമോൾ കണ്ടു, 300 ജീവനക്കാരുണ്ട്, ഞാൻ കണ്ടില്ല, ഞാൻ US-ലിരുന്ന് നോക്കി, അവിടുന്ന് കണ്ടില്ല, ഇവിടെ വന്ന് നോക്കി, ഇവിടുന്നും കണ്ടില്ല, അനുമോൾ മാത്രം ആണ് ഇത് കണ്ടിട്ടുള്ളത് എന്ന്. അന്ന് പറഞ്ഞതുപോലെ ആവില്ല. അതും അനുമോൾ മാത്രമല്ല, എല്ലാവരും കണ്ടിട്ടുണ്ട്. നിങ്ങളിതൊക്കെ മറച്ചു വെക്കുന്നതാണ്. ആര്യൻ ജിസേലിനെ പുതപ്പിൻ്റെ അടിയിലിട്ട് കണ്ട സാധനത്തിന് ജിസേല് പരസ്യമായിട്ട് പ്രേക്ഷകർക്കും അവിടുത്തെ മറ്റ് കണ്ടസ്റ്റന്റുകൾക്കും കിച്ചണിൽ നിന്നുകൊണ്ട് പുറം തിരിഞ്ഞു നിന്നിട്ട് കാണിച്ചു കൊടുത്തു. അത്രേ ഉള്ളൂ. ഒരു നാണവും മാനവും ഇല്ലാത്ത ഇത്തരം കണ്ടസ്റ്റന്റുകളെ എന്തിനു കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പറയിപ്പിക്കാനായിട്ട്? വൃത്തികെട്ട ശവമേ, നീ എന്തിനീ തുണി ഊരി നടക്കുന്നു? ഇതാണോ നിന്റെ തൊഴില്? ഈ തുണിയില്ലാതെ നടക്കാനാണോ നിന്റെ തൊഴില്? പണത്തിന് വേണ്ടി എന്തും അങ്ങ് ചെയ്തളയാന്ന് വിചാരിക്കാണ്. ഓ
TV ഓൺ ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലോട്ട് പോകുവാണ്. കാരണം ഈ ബിഗ് ബോസ് കാണാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന കുറേ പേരെങ്കിലും ഉണ്ടാകും. അവരോടായിട്ട് പറയുകയാണ്, ദയവ് ചെയ്ത് ഈ എപ്പിസോഡ് നിങ്ങൾ കുട്ടികളെ ഒന്നും കാണിക്കല്ലേ. ലൈവില് ഇതിങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ എപ്പിസോഡിൽ അവർ കട്ട് ചെയ്യോ ഇല്ലയോ ഒന്നും നമുക്കറിയില്ല. പക്ഷേ എപ്പിസോഡ് കാണുന്നതിനേക്കാൾ കൂടുതൽ ലൈവ് കാണുന്നവരാണ് ഇന്ന് കൂടുതൽ പേരുള്ളത്. ബിഗ് ബോസിലെ ഇടവിട്ട് അവിടെ എന്താണ് നടക്കുന്നത് ലൈവായിട്ട് എന്ന് കാണാനും അത് നോക്കാനും ഒരുപാട് പേരുണ്ട്. അവരൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതിനെ കാണാതിരിക്കാൻ എപ്പിസോഡിൽ കട്ട് ചെയ്തുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ജിസേലിന്റെ ശരീരത്തിൽ വസ്ത്രം ധരിച്ചിട്ടുണ്ട് എന്ന് അത് കണ്ടാൽ തോന്നുകയില്ല. വസ്ത്രം ധരിക്കാതെ നിൽക്കുകയാണെന്നേ തോന്നുകയുള്ളൂ. വസ്ത്രം ധരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് അതിനകത്തിരിക്കുന്നവർക്ക് മാത്രമാണ് അറിയുക. നമ്മൾ ലൈവിൽ കണ്ടതോ യൂട്യൂബ് വഴി കാണുമ്പോഴും ഒന്നും തന്നെ ഇതിൽ വസ്ത്രമില്ല എന്ന് തന്നെയാണ് ഉറപ്പായിട്ടും. അവളുടെ ചന്തിയെ എങ്ങനെ കാണിക്കാൻ? ഈ ചന്തി ഇത്രയൊക്കെ വിലപിടിപ്പുള്ളതായിരുന്നു. ജിസേലിന്റെ ചന്തിയുടെ വില എത്രയാണ്? ആ ഷാനവാസും അനീഷും നെവിനും അവിടെ നിൽക്കുന്നുണ്ട്. അവരോട് ഇന്നാ കണ്ടോ എന്നും പറഞ്ഞിട്ട് തിരിഞ്ഞു നിൽക്കുകയാണ്. സോ ഇത്രയേറെ മ്ലേച്ഛത്തരം വേറെന്തെങ്കിലും ഉണ്ടോ? നടത്തിപ്പുകാരാ പണം ചെലവാക്കി ഇങ്ങനെ ഒരു സ്ത്രീയുടെ ശരീര പ്രദർശനമാണോ അവിടെ നടത്തുന്നത്? ഈ സ്ത്രീയെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ശരീരം പ്രദർശിപ്പിക്കാൻ വേണ്ടിയാണോ? ഇനി ഇപ്പൊ മോഹൻലാൽ വന്ന് ആരെങ്കിലും ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തവരോ കമന്റ് ഇട്ടവരോ ഒക്കെ ഉണ്ടാകും. അപ്പോൾ മോഹൻലാൽ ഇതൊന്നും കാണാത്ത പോലെ നിൽക്കും. അനീഷും ഷാനവാസും നിർബന്ധമായും ഈ കാര്യം മോഹൻലാൽ വരുന്ന ദിവസം എടുക്കുന്ന എപ്പിസോഡിൽ ഈ കാര്യം പറയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ലാലിനോട് ഇതെല്ലാം പറയണം. ലാല് പറയും, മോനെ ഞാൻ അങ്ങനെയൊന്നും കണ്ടല്ല. ജിസൽ എന്താ ഇവരൊക്കെ പറയുന്നത് ശരിയാണ്? അതേ ലലേട്ട, ഞാൻ ഡ്രസ് ഇട്ടിട്ടുണ്ടായിരുന്നു ലലേട്ട. പിന്നെ എനിക്ക് അറിയില്ല, അവര് അങ്ങനെ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ലലേട്ട എന്ന് പറയും. ആര്യനോട് ചോദിക്കും, ആര്യൻ പറയും, അത് പിന്നെ ലലേട്ട, അത് ജിസേൽ ഇത് ഇങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ ഇടാറുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ജിസേല് ഡ്രസ് ഇട്ടിട്ട് തന്നെയാണ് ലാലേട്ട നിന്നത്. നമ്മള് വസ്ത്രസ്വാതന്ത്ര്യം ഇല്ലേ ലാലേട്ട? ഉണ്ട് മോനെ. ആര്യ ഇരിക്കൂന്ന് പറയുന്നല്ലോ. ഇതാണ് മോഹൻലാൽ വന്നാൽ പറയാൻ പോകുന്നത്. നമ്മൾ പ്രേക്ഷകര് മലയാളികൾക്കാണ് ഇതൊക്കെ കാണുമ്പം അയ്യേ 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 എന്നൊക്കെ പറയാൻ തോന്നുന്നത്. അയ്യേ 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 എന്തേ കാണിച്ചു വെച്ചിരിക്കണെന്ന് ചോദിക്കും. നോർത്തിൽ നിന്നും വന്നവരാവുമ്പോഴും അവിടെ ഇതുപോലെയൊക്കെ നടക്കുമ്പോൾ യാതൊരു മടിയും കൂടാതെ ഇത് വലിയ ഒരു സംഭവമായിട്ട് കൊണ്ടു നടക്കുന്ന, ഇത് കാണാൻ നോക്കി നിൽക്കുന്ന കുറേ ആളുകൾ ഉണ്ട്. അവർക്ക് ഇതൊന്നൊരു വിഷയമേ അല്ല, കാണുന്നവർക്കും വിഷയമല്ല, കാണിച്ചു കൊടുക്കുന്നവർക്കും ഇതൊന്നും ഒരു വിഷയമല്ല. അതുകൊണ്ട് അതേക്കുറിച്ച് കൂടുതൽ നമ്മൾ പറയണ്ട. എന്തടേ ഇത് കാണിച്ചുകൊണ്ട് നടക്കുന്നെന്ന് ചോദിക്കാം. അപ്പം ഞാൻ ആ കണ്ട ഭാഗം, ഒരു കുറഞ്ഞ ഭാഗം ഞാൻ ഇവിടെ ഇടുന്നുണ്ട് കേട്ടോ. കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടോളി. പിന്നെ കിട്ടൂല. മോഹൻലാൽ പറയും ഇതില്ല എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഇട്ട് തരാം, കണ്ടോളി. ഞാൻ ഇതെടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. മോഹൻലാൽ പറഞ്ഞാൽ മോഹൻലാൽ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഏഷ്യാനെറ്റിലേക്ക് തന്നെ അയക്കും. നിങ്ങൾ കണ്ടിരുന്നോ ചോദിച്ചിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കാണി. റിയാസ് വന്നിട്ട് ബിഗ് ബോസിനകത്ത് ഒരു ഇളക്കി മറിച്ച് ഉഴുതു മറിക്കാന്ന് പറയും. ബിഗ് ബോസിനകത്ത് വന്നിട്ട് ഉഴുതു മറിച്ചിട്ടിട്ട് എന്തായാലും പുറത്തു പോയി. അങ്ങനെ ഹോട്ടൽ ബിസിനസ് തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു, ടാസ്ക് നിർത്തിവെച്ചു. അതായത് കാരണം ഷാനവാസിനെ മേക്കിട്ട് കയറിയിട്ട് ലക്ഷ്മിയെ ഒരുപാട് അവഹേളിച്ചു. ലക്ഷ്മി പറഞ്ഞു, കുണ്ടന്മാരോട് സംസാരിക്കാറില്ല എന്നാണ് ലക്ഷ്മി പറഞ്ഞിരിക്കുന്നത്. ശരിയല്ലേ? ഗസ്റ്റായിട്ട് വന്നവർ അവിടെ ഗസ്റ്റായിട്ട് തന്നെ നിന്നിട്ട് അവർ എന്താണോ ചെയ്യാൻ ഉള്ളത്, അവരുടെ ഭാഗത്തു നിന്നും എന്താണോ ബിഗ് ബോസിൽ നൽകാനുള്ളത് അത് ചെയ്തിട്ട് അവർ പോവുക.
അല്ലാതെ അവിടെ വന്ന് ഗസ്റ്റ് വിചാരിച്ചാൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഗസ്റ്റിൻ്റെ പണി മാത്രം ഗസ്റ്റ് ചെയ്തിട്ട് പോകണം. ഞങ്ങളൊക്കെ വരുന്നതിന് മുന്നേ അഖിൽമാരാറ് വന്നല്ലോ. അഖിൽമാരാറ് വന്നപ്പോൾ അവിടെ ഒന്നുമില്ല, ഒരു വിഷയവും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പം ഡോക്ടർ റോബിൻ വരുന്നുണ്ട്, നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അനുമോളും ഷാനവാസും അനീഷുമായിരിക്കും. 5 പേരിൽ 3 പേര് അവരാണ്. 4ാമത് അക്ബർ ഖാൻ. അക്ബറിനെ പറ്റി വലിയ പ്രതീക്ഷയൊന്നുമില്ല.